നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ആദ്യം ചോദിക്കുന്ന എയും ബിയും തമ്മിലുള്ള ആ രണ്ട് വെക്ടേഴ്സ്. നമുക്കറിയാം വെക്ടേഴ്സിൻ്റെ രണ്ട് ആംഗിൾസ് എങ്ങനെ നോക്കാൻ, അവരുടെ ടെയിൽ യോജിപ്പിച്ചിട്ട് എന്നിട്ടാണ് ആംഗിൾ നോക്കാൻ വെക്ടേഴ്സ് തമ്മിലുള്ള. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇത് ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകാം. അപ്പോൾ എത്ര വരും? 120 വരും. ലീനിയർ പെയർസ് 120 വരും. അപ്പോൾ 3 തമ്മിൽ സെയിം 120 തന്നെ വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, സിമ്പിൾ. ഇനി അടുത്ത് നമ്മൾ വെക്ടേഴ്സിന് ഇങ്ങനെ ആഡ് ചെയ്യാം. എന്നാൽ അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് വെക്ടേഴ്സിന് ആഡ് ചെയ്യാനുള്ള ഒരു റൂളാണ് ട്രയാങ്കിൾ ഓഫ് അഡിഷൻ. ട്രയാങ്കിൾ ഫ്ലോ എന്താ പറയുന്നത്, ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട് വിചാരിച്ചോ, ഓക്കെ. എന്നിട്ടോ വേറൊരു വെക്ടർ അതിൻ്റെ ഈ പറഞ്ഞ വെക്ടറിൻ്റെ ഹെഡും ടെയിലും ഒരു ജോയിൻ ആയിട്ട് ഈ ഒരു ഓർഡറിൽ, ഇങ്ങനെയല്ല ഓർഡറല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ പോകുന്നത്, ഇങ്ങനെ പോകുന്നുണ്ട് അല്ല, ഈ ഒരു റൊട്ടേഷൻ ഇത് എത്ര, ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെ ഓർഡർ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബാക്കി ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ള അർത്ഥമുണ്ട്. പക്ഷേ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും റിസൾട്ടൻ്റ് ഇങ്ങനെ വരാമെന്നറിയാവുക. ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് ഈ ഒരു ഡയറക്ഷനിൽ ഉണ്ടാവാൻ ആദ്യം ഇങ്ങനെയുള്ള ഓർഡറിൽ ഉണ്ടായത്, പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡയറക്ഷനാണുള്ളത്. നോക്കി ആദ്യം ഇങ്ങനെ പോകുന്നതിന്, പക്ഷേ ഇങ്ങനെ പോയി. അതെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ജസ്റ്റ് ഒരു വെക്ടർ ഉണ്ട്, മറ്റൊരു വെക്ടർ ഉണ്ട്, ഈ റിസൾട്ടിന് എടുക്കുന്ന സമയത്ത് ഹെഡായിട്ട് യോജിപ്പിക്കുക, ടെയിലായിട്ട് യോജിപ്പിച്ചാൽ റിസൾട്ടിന് കിട്ടി, അത്രേ ഉള്ളൂ. അതിന് ഈ ഒരു തിയറി ഒന്നും വായിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഈ പറഞ്ഞ ഇത് സി വെക്ടറാണ്. ഡയറക്ഷൻ ഇത് ഈ ഒരു കാണിച്ച ഡയറക്ഷനിൽ, മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഈ പറഞ്ഞ ലെങ്ത്ത്, ആ ട്രയാങ്കിളിൻ്റെ ബാക്കി വരുന്ന ആ സൈഡിൻ്റെ ലെങ്ത്ത്, മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമുക്ക് A+B = C, ഇതാ സി വെക്ടർ. സുഖമായിട്ട് അഡീഷനും പറയാം, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയാം. ആ പറഞ്ഞ സി വെക്ടറിന് എന്തുവേണം പറയാം. എ വെക്ടറും ബി വെക്ടറും യോജിപ്പിച്ച് കിട്ടുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു വെക്ടറാണ് സി വെക്ടർ. അതാണ് റിസൾട്ടൻ്റ് വെക്ടർ, അല്ലാതെ അതാണ് ആഡ് ആയിട്ടുള്ള ലാസ്റ്റുള്ള വെക്ടർ. ഓക്കെ. അപ്പോൾ A+B+C. അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെ പറയാൻ, ഒരു വെക്ടർ അതുമായിട്ട് ജോയിൻ ചെയ്താൽ ഈ ഒരു പോയിന്റ് ഹെഡും ടെയിലും ജോയിൻ ചെയ്താൽ അപ്പോൾ ഈ ഡയറക്ഷനിൽ ഇപ്പോൾ സി വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടർ പ്ലസ് ബി വെക്ടർ എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് ഇതാ എ വെക്ടർ ഹെഡും ടെയിലും ജോയിൻ ചെയ്ത് ഇങ്ങനെ വന്ന്, അപ്പോൾ എ വെക്ടർ പ്ലസ് ബി വെക്ടർ = സി വെക്ടർ എന്ന് പറയാൻ പറ്റും. അടുത്ത് നോക്ക് ഇതാ ഇവിടെ ഹെഡും ടെയിലും ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റ് നോക്കാൻ കണ്ടുപിടിക്കാം. അതാ ഹെഡും ടെയിലും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പറയാൻ പറ്റും P വെക്ടർ പ്ലസ് Q വെക്ടർ = R വെക്ടർ എന്ന് പറയാൻ പറ്റും. അടുത്ത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഹെഡും ടെയിലും ജോയിൻ ചെയ്യുന്ന പോയിന്റ് നോക്കാം. അതാ ഹെഡും ടെയിലും ജോയിൻ ചെയ്യുന്നുണ്ട്. ശരി, അങ്ങനെ ആകുമ്പോൾ S വെക്ടർ പ്ലസ് R വെക്ടർ = P വെക്ടർ എന്ന് പറയാൻ പറ്റും. ഓക്കെ. അടുത്തെല്ലാം വളരെ സിമ്പിളാണ്, എല്ലാം സിമിലർ ആയിട്ട് തന്നെ വരുന്നതാണ്. ഞാൻ ഇവിടെ ട്വിസ്റ്റഡ് ഉള്ളത് ഇതിപ്പം ഇവിടെ നോക്കി ഏത് ഹെഡും ടെയിലും ജോയിൻ ചെയ്ത് ഇതാണ്. അപ്പോൾ നമുക്ക് R വെക്ടർ പ്ലസ് Q വെക്ടർ = P വെക്ടർ എന്ന് പറയാൻ പറ്റും. R വെക്ടർ പ്ലസ് Q വെക്ടർ = P വെക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ഈ Q വെക്ടർ ഞാൻ മാറ്റി എഴുതാണ്. Q വെക്ടർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇത് -Q വെക്ടർ ആയിരിക്കുമല്ലോ. ആണ്, ശരിയാണ്, ഇത് -Q വെക്ടർ ആയിട്ട് വരും. ഓക്കെ. എന്നാൽ നോക്കി എന്നാൽ ഇത് വെച്ച് നോക്കി ഇതും ഹെഡും ടെയിലും ജോയിൻ ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും P വെക്ടർ പ്ലസ് -Q വെക്ടർ = R വെക്ടർ എന്ന് പറയാൻ പറ്റും. അല്ലേ. എന്നിട്ടോ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, R വെക്ടർ പ്ലസ് Q വെക്ടർ = P വെക്ടർ എന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. അത് തന്നെ ഇവിടെയും കണ്ടെത്തിയ. അപ്പോൾ അങ്ങനെ -Q കൊണ്ട് തലയിരിച്ച് കഴിഞ്ഞാലും നമുക്ക് സെയിം പ്രോഡക്റ്റ്സ് തന്നെ കിട്ടും ലാസ്റ്റ്. ഓക്കെ, ആ രീതിയിൽ തന്നെ വരും. ഇനി നമ്മൾ ഇതുപോലെ വരക്കാൻ പഠിച്ച് അല്ലേ, നമ്മൾ സി വെക്ടർ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടർ, രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ വരക്കാൻ പഠിച്ച്. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ ഒരു വെക്ടറിൻ്റെ ആ ലൈന് അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടെത്തുന്ന ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ കണ്ടെത്തണ്ടേ, ശരി കണ്ടെത്തും. അപ്പോൾ നമ്മൾ ആദ്യം വരുന്നത് രണ്ട് വെക്ടേഴ്സിൻ്റെ എ എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്, ബി എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്. എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇതിനെ എ എന്ന് വിളിക്കുകയാണ്. ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് അങ്ങനെ ഡയറക്ഷൻ കൊടുക്കുന്നില്ല, അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുന്നതാണ്. ബി എന്ന് വിളിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് വരുന്ന റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് സി വെക്ടർ എന്ന് വിളിച്ചുകൂടെ, ശരിയാണ്. ഇത് ഞാൻ ഇങ്ങനെ നീട്ടി വരക്കുകയാണ്, എന്തിനാണെന്ന് നമുക്ക് പറയാം, നീട്ടി വരക്കാണ്. ശരി, ഇനി ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ തീറ്റ, അത് സാർ ആദ്യം മാർക്ക് ചെയ്തതിന് ഫസ്റ്റ് ഈ ഫിഗർ വരക്കുന്നതിന് മുമ്പേ ഇത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ തീറ്റ എന്ന് പറയുന്നത് എന്താ, അത് എ വെക്ടറും ബി വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ. അതെങ്ങനെ, കാരണം ഈ പറഞ്ഞ വെക്ടറിന് റൈറ്റോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ടെയിലിൻ്റെയും ജോയിൻ ആയി, അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സിൻ്റെ ആ ഡെഫിനേഷൻ പറഞ്ഞതാണ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ അതാണ്. ശരി, ഇനിയിപ്പോൾ നമ്മൾ വെക്ടറായി മാറ്റി എല്ലാം കംപ്ലീറ്റ് മാഗ്നിറ്റ്യൂഡ് വൈസ്, അത് രണ്ടാമത്തെ ഫിഗർ കംപ്ലീറ്റ്ലി മാഗ്നിറ്റ്യൂഡ് വൈസ് ആണ്. ശരി, നമ്മളിത് നീട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി ഇവിടെ ഒരു ട്രയാങ്കിൾ ലോ വെച്ചുകൂടെ അല്ലേ, നമുക്ക് പറയാൻ പറ്റും അക്കോർഡിംഗ് ടു പൈത്തഗോറസ് QR² പ്ലസ് PR² = C² ആൻഡ് ദാറ്റ് ഈസ് റിസൾട്ടൻ്റ് സ്ക്വയർ, റൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ലെങ്ത് എത്രയാണ്, PR എന്ന് പറയുന്ന ലെങ്ത്, ഇത് B ആണ് കേട്ടോ, ഇത് B, അത് അവിടെ ഓൾറെഡി ആണ്. B എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിന് ഞാൻ എന്താ B sin തീറ്റ എന്ന് പറഞ്ഞാലായിരിക്കും ഇത് ജസ്റ്റ് നോർമൽ സൈൻ തീറ്റ എടുക്കുക. സൈൻ തീറ്റ x / ഹൈപ്പോട്ടന്യൂസ്, നേരം എനിക്ക് ആ എക്സ് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ PR, അതെന്ന് പറഞ്ഞാൽ B sin തീറ്റയാണ്. അതേപോലെ ഈ പറഞ്ഞ ലെങ്ത് എത്രയാണ്, അതെന്ന് പറഞ്ഞാൽ B cos തീറ്റയാണ്. ശരി, അപ്പം QR² എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും A² ഉണ്ട് പ്ലസ് ഈ പറഞ്ഞ ലെങ്ത് അത് എത്രയാണ്, B cos തീറ്റേൻ്റെ സ്ക്വയർ, സോ B² cos² തീറ്റ
ഓക്കെ പ്ലസ് പി ആർ സ്ക്വയർ, പി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, സി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിന് ടോട്ടൽ എടുത്ത് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ സി എന്നും പറയാൻ പറ്റും. ശരി, ഇവിടെ നമുക്ക് എന്ത് കണ്ടെത്താം, ഒരു കാര്യം പറഞ്ഞു. ഇത് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇത് ഈ ക്യു ആർ സ്ക്വയർ എന്നാണ് പറയേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്നാണ് ഉണ്ടാവുക കേട്ടോ. അതാണ് ഇവിടെ എ പ്ലസ് ബി കോസ് തീറ്റയാണ് ഇവിടെ ഉള്ളത്. നേരെ 2ab എന്ന് കോസ് തീറ്റ എന്നാൽ എക്സ്ട്രാ ടേമും കൂടി വരും. നേരെ സി സ്ക്വയർ കിട്ടും, നേരെ സി കിട്ടുക. എന്നാൽ നമുക്ക് ഡയറക്റ്റ് ഈക്വേഷൻ ഉണ്ട്, ഈക്വേഷൻ അങ്ങ് പഠിച്ചു നോക്കുക. റൂട്ട് ഓഫ് 2 വെക്ടർ ഉണ്ട്, ആ വെക്ടർ തമ്മിലുള്ള ആംഗിൾ നമുക്ക് അറിയുകയാണെങ്കിൽ ആ വെക്ടറിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ നമുക്ക് എന്ത് മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ പറ്റും. ആ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഫസ്റ്റ് വെക്ടർ സ്ക്വയർ പ്ലസ് സെക്കൻഡ് വെക്ടർ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ അവർ തമ്മിലുള്ള ആംഗിൾ. ഇതേ ഫിഗറിൽ നിന്ന് തന്നെ ഇനിയിപ്പോൾ നമ്മളെ റിസൾട്ടൻ്റ് വെക്ടർ എ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ടാൻ ആൽഫ കണ്ടെത്തിക്കൂടെ. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, ടാൻ നേരെ ഓപ്പോസിറ്റ്, ഇതെന്താ ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എന്താ പറയുക എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് ബൈ ഹാർട്ടായിട്ട് പഠിക്കുക ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ റിസൾട്ടൻ്റ് ഏത് വെക്ടറായിട്ടാണോ ആംഗിൾ ഉണ്ടാക്കുന്നത് അതിൻ്റെത് അടിയിലുണ്ടാവും, അതിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് അടിയിലുണ്ടാവും. എന്നിട്ടോ പ്ലസ് മറ്റേ സാധനത്തിൻ്റെ കോസ് തീറ്റ പ്ലസ് മറ്റേ സാധനത്തിൻ്റെ മുകളിലും മറ്റേ സാധനത്തിൻ്റെ സൈൻ തീറ്റ. ആ രീതിയിലൊന്നും ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാളേ, അതത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ ഫിഗർ വെച്ചിട്ട് ഒന്ന് ഓർമ്മിച്ചിട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യും. ആ ഇക്വേഷൻ ഇനി അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഈ പറഞ്ഞ സി എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ടല്ലോ, സി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ്, ആ മാഗ്നിറ്റ്യൂഡ് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ വരാം. മാക്സിമം വാല്യൂ ഇപ്പോൾ വരാൻ ഈ പറഞ്ഞ കോസ് തീറ്റയുടെ വാല്യൂ ഏറ്റവും മാക്സിമം ആകുമ്പോൾ, കോസ് തീറ്റയുടെ വാല്യൂ ഏറ്റവും മാക്സിമം എത്ര 1 ആണ് അല്ലേ. കോസ് തീറ്റയുടെ വാല്യൂ മാക്സിമം 1 ആണ് എന്ന് വെച്ചാൽ സി ഈസ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, ദാറ്റ് മീൻസ് സി ഈസ് ഈക്വൽ ടു റൂട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതേപോലെ ഈ ഒരു സി എന്ന് പറഞ്ഞ ടേമിൻ്റെ മിനിമം വാല്യൂ എത്ര വരാൻ, അത് കോസ് തീറ്റ -1 വരുമ്പോഴാണ്. എന്നേരം എത്ര വരാൻ, സി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി വരും. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ -1 ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര ആവണം, 180 ആവണം. അതേപോലെ കോസ് തീറ്റ 1 ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ആവണം, 0 ആവണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് ബേസിക് റിസൾട്ട്സ് ആണ്. ഓക്കെ, ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ആയിട്ടുള്ള 2 വെക്ടേഴ്സ് ഉണ്ട്, അവരുടെ റിസൾട്ടിൻ്റെ അത്ര ആംഗിൾ 60 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടിനും ഒരേ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ കോസ് 60 എന്നാൽ x√3. അതേപോലെ ax ഇട്ട് 120 ആണെങ്കിൽ 90 ആണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേഷൻ കൊടുക്കുക, അന്നേരം ഇത് കിട്ടും. എന്നിട്ട് ഈ റിസൾട്ടിനെ ഒന്ന് അറിഞ്ഞിരിക്കണം. അത് ബേസിക് ആയിട്ട് എല്ലാവരും അറിഞ്ഞു വെക്കുന്ന ഒരു റിസൾട്ട്സ് തന്നെയാണ്. അപ്പോൾ 2 വെക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്, 5√2 ആണ്. ഓക്കെ, അവർക്ക് റിസൾട്ടൻ്റ് എത്ര എഴുതുന്നത് 5 ആണോ. ഓക്കെ ശരി, അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾസ് ആണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് റിസൾട്ടൻ്റ് 5 ആണ് എന്ന് വെച്ചാൽ നമ്മുടെ സിയുടെ വാല്യൂ 5 എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ റിസൾട്ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഫസ്റ്റത്തത് എന്താ 5ഉം 5√3 ആണല്ലോ. അപ്പം എ സ്ക്വയർ ദാറ്റ് മീൻസ് 25 പ്ലസ് 5√3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 × 3 ദാറ്റ്സ് 75 പ്ലസ് 2ab, സോ 2 × 25 എത്ര 50, സോ 50 × √3. ഓക്കെ, കോസ് തീറ്റ ആംഗിൾ നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി എന്ത് ചെയ്യും, 25 പ്ലസ് 100 പ്ലസ് 50 √3 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 25 എന്ന് എഴുതാം. ഫർദർ സോൾവ് ചെയ്തപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ -√3/2 കിട്ടി. ഓക്കെ, -√3/2. ഓക്കെ, അത് മാഗ്നിറ്റ്യൂഡ് വൈസ് കോസിൻ്റെ വാല്യൂ എപ്പോഴാണ് √3/2 കിട്ടുന്നത്, അത് ആംഗിൾ എത്രയായിരുന്നു 30 ഡിഗ്രി വരുമ്പോഴാണ്. അപ്പോൾ 30 ഡിഗ്രി എങ്ങനെയെങ്കിലും എത്തണം, പക്ഷേ മൈനസ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അത് സെക്കൻഡ് ക്വാർട്ടറിലാണെന്ന കാര്യം മനസ്സിലായി. അപ്പോൾ 180 മൈനസ് 150 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180 മൈനസ് 150 അത് എത്രയാണ്, അത് ഡെഫിനറ്റ്ലി 30 ആണ് അല്ലേ, കറക്റ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കോസ് 180 മൈനസ് 150 അതെന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 തന്നെയാണ്. ചെറുതായി പറഞ്ഞാൽ പറ്റിപ്പോയി. കോസ് 180 മൈനസ് 30 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, കോസ് 150 ആണ് അല്ലേ. ഇനി ഇതിൻ്റെ വാല്യൂ എത്രയാണ്, ഇത് നെഗറ്റീവ് കോസ് 30 ആണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ -√3/2. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് 150 ആണ്. അപ്പം ഉത്തരം 150 കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വെക്ടേഴ്സ് ഉണ്ടല്ലോ, വെക്ടർ അഡിറ്റ് ചെയ്തതിൻ്റെ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ a + b യും അതുപോലെ മിനിമം വാല്യൂ a - b യും ആയിരിക്കും. ഓക്കെ, അത് ഈക്വലും ആവാം, അത് ഈക്വാലിറ്റി അപ്പുറം ഇപ്പുറം ഉണ്ട്. ശരി, അപ്പോൾ പറയുന്നത് വെച്ചാൽ മാക്സിമം മിനിമം വാല്യൂസ് ഓഫ് റിസൾട്ടൻ്റ് ആണ്. ഓക്കെ, മാക്സിമം വാല്യൂ അപ്പോൾ നമ്മളൊരു വെക്ടേഴ്സിന് ആ മാഗ്നിറ്റ്യൂഡായിട്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ അത്ര a + b ആയിരിക്കും അല്ലേ. അപ്പോൾ a + b 20 ആണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ a - b എന്ന് പറഞ്ഞാൽ അത് 10 ആണ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം മിനിമം വാല്യൂ, കാരണം മാക്സിമം എന്ന് പറഞ്ഞാൽ a + b യും മിനിമം എന്ന് പറഞ്ഞാൽ a - b ആണ്, അത് കൊടുത്തിട്ടുണ്ട്. എന്താണ് മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ നമുക്ക് കണ്ടെത്തിക്കൂടെ. 2a = 30, a = 50 എന്ന് പറയാൻ പറ്റും. സോ b = 5 എന്ന് പറയാൻ പറ്റും. ഡൺ.
അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഈ വെക്ടർ മാഗ്നിറ്റ്യൂഡ് 4 ന്യൂട്ടൺ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 6 ന്യൂട്ടൺ. വാട്ട് ആർ പോസിബിൾ വാല്യൂസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്? നമുക്കറിയാം ഈ പറഞ്ഞ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും? മാക്സിമം പോയാൽ A+B വരത്തുള്ളൂ അല്ലേ? മാക്സിമം A+B, ദാറ്റ് മീൻസ് 10 ന്യൂട്ടൺ. മിനിമം പോയി കഴിഞ്ഞാൽ A-Bയുടെ മോഡ് എന്ന് വെച്ചാൽ 2 ന്യൂട്ടൺ. ഓക്കെ, ഇതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ ഉണ്ടാവുക അല്ലേ? അപ്പം റിസൾട്ടൻ്റെ വാല്യൂ ഇതിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ ഇതിനിടയിലുള്ള എല്ലാ നമ്പേഴ്സും, അപ്പോൾ ഇത് ഇത്ര ഇതെല്ലാം എൻ്റെ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇടയിലാണ്. സോ ഇതൊക്കെ പോസിബിൾ വാല്യൂസ് ഓഫ് A ആൻഡ് B ആണ്. ഓക്കെ, സോറി, റിസൾട്ടൻ്റ് പോസിബിൾ വാല്യൂസ്. അപ്പോൾ സം ഓഫ് 2 മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് 2 വെക്ടർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടർ എന്ന് വെച്ചാൽ P+Q എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കുന്നത്? 16 കേട്ടോ. ശരി, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? ഇഫ് ദ റിസൾട്ടൻ്റ്, ഓക്കെ, റിസൾട്ടൻ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് 8 ന്യൂട്ടൺ. അപ്പോൾ പറയുന്നത് വെച്ചാൽ P വെക്ടർ പ്ലസ് Q വെക്ടർ, ഇതിപ്പോൾ ഞാൻ ഈ മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ P വെക്ടർ പ്ലസ് Q വെക്ടർ ഇസ് ഈക്വൽ ടു R വെക്ടർ, അതാണ് റിസൾട്ടൻ്റ്. അതേപോലെ ഈ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് 8 ന്യൂട്ടൺ ആണെന്ന് ക്വസ്റ്റനിൽ ഗിവൺ ആണ്. അതുമാത്രമല്ല റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിമം ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ് പോലും. ശരി, റിസൾട്ട് എന്ന് പറഞ്ഞാൽ മിനിമം ഫോഴ്സിന് പെർപെൻഡിക്കുലർ. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ A വെക്ടർ, സോറി A വെക്ടർ അല്ല, P വെക്ടർ. എന്നിട്ട് നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ R വെക്ടർ. ഇതാണ് നമ്മുടെ എന്ത് Q വെക്ടർ. നോക്കി നോക്ക്, ഇപ്പോൾ നോക്കി നോക്ക്, നമ്മുടെ ഇത് തൽക്കാലം P ചെറുതാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. P സ്മോൾ സൈഡാണ് തൽക്കാലം വിചാരിക്കുക. അപ്പോൾ P സ്മോൾ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ റിസൾട്ടൻ്റ് വെക്ടർ ഉള്ളത്, ആണല്ലോ? കറക്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, താഴത്തെ സാധനം നമുക്കൊന്ന് മര്യാദയ്ക്ക് എഴുതാം അല്ലേ? നമ്മുടെ 8 ന്യൂട്ടൺ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടേം എങ്ങനെ എഴുതാം? നമുക്ക് P² പ്ലസ് Q² 2PQ കോസ് തീറ്റ നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. Pയും Qയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് നമുക്ക് അറിഞ്ഞൂടാ. ഇസിക്കൽ ടു 8 ന്യൂട്ടൺ എഴുതാൻ പറ്റും? ഇല്ല, 64 ന്യൂട്ടൺ. കാരണം ഇവിടെ റൂട്ട് ഉണ്ടായിരുന്നു, അന്നേരം 8, അന്നേരം സ്ക്വയർ ചെയ്തപ്പം 64. ശരി, അടുത്തത് മറ്റേ P+Q ഇസിക്കൽ ടു 16 എഴുതാം. ഇനി അവിടെ രണ്ടാമത്തെ ഇൻഫോർമേഷൻ തന്നിട്ടില്ലേ? ഏത് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സൈഡ്, സ്മോൾ വെക്ടറിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റിസൾട്ടൻ്റ് വെക്ടർ ഉണ്ടാക്കുന്ന സ്മോൾ സൈഡായിട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഏത് സൈഡാണായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടാൻ ആൽഫ ഉണ്ടല്ലോ, ടാൻ ആൽഫ അതെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ടാൻ ആൽഫ അത് പറഞ്ഞാൽ tan 90 ഡിഗ്രി. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇത്രയും നമ്മൾ പറഞ്ഞത്. ഏത് സൈഡായിട്ട് ഉണ്ടാക്കുന്നത് അത് അടിയിലുണ്ടാവും, എന്ന് വെച്ചാൽ ഇവൻ അടിയിലുണ്ടാവും. ഏത് സൈഡായിട്ട് ഉണ്ടാക്കുന്ന അവൻ അടിയിലുണ്ടാവും, പ്ലസ് മറ്റവൻ്റെ കോസ് തീറ്റ മോൾഡ് മറ്റവൻ്റെ സൈൻ തീറ്റ. നമ്മളങ്ങ് ബൈഹാർട്ട് അങ്ങ് പഠിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾ തിയറി വെച്ച് ചെയ്ത് നോക്കുക. തൽക്കാലം ബൈഹാർട്ട് പഠിക്കുക. തിയറി വെച്ച് മീൻസ് നമ്മളൊന്ന് വരച്ച് നോക്കിയിട്ട് ചെയ്യാം. ഇത് എടുത്താൽ ഇങ്ങനെ വരച്ച് നോക്ക്. ഇതിന് ഓപ്പോസിറ്റ് എന്തെന്നാ? Q സൈൻ തീറ്റയാണ്. ഓക്കെ, ഇതിൻ്റെ എന്തെന്നാ? tan 90യുടെ വാല്യൂ എത്രയാണ്? അത് ഇൻഫിനിറ്റി ആണ്. ശരി, ഇൻഫിനിറ്റി ആവുമല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇത് ഇൻഫിനിറ്റി ആവണമെങ്കിൽ താഴത്തെ സാധനം എന്താവണം? ഡെഫിനറ്റ്ലി 0 ആണ്. 0 ബൈ സംതിങ് ഈസ് ഇൻഫിനിറ്റി നമ്മൾ പറയാം, നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ ഒരു മാത്തമാറ്റിക്സ് രീതിയിൽ. പക്ഷേ അപ്പോൾ ഇത് 0 ആവണം. ഇത് ഇൻഫിനിറ്റി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് P+Q കോസ് തീറ്റ ഷുഡ് ബി 0. ദാറ്റ് മീൻസ് P ഈസ് ഈക്വൽ ടു -Q കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള Pൻ്റെ പകരം എനിക്ക് എന്ത് കൊടുക്കാം? -Q കോസ് തീറ്റ കൊടുത്തുകൂടെ? അപ്പോൾ ഞാൻ പറയും P² പ്ലസ് Q² പ്ലസ് Pയുടെ പകരം ഞാൻ -2 കോസ്, സോ -Q² കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 64 എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, നമ്മൾ -P കോസ് തീറ്റ Q കോസ് തീറ്റക്കാണ് ഇത് കൊടുത്തത്, നെഗറ്റീവ് കൊടുത്തത്. സോ ഇവിടെ കോസ് തീറ്റയുടെ ഇനി ആവശ്യം ഇല്ല. ഓക്കെ, അത് ജസ്റ്റ് ആകെ നമുക്കൊരു കാര്യം കൊണ്ട് ചെയ്യാം, ഇങ്ങനെ എഴുതുക. അതായത് നമുക്ക് വേണമെങ്കിൽ Q കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -P ആയിട്ട് എഴുതിക്കൂടെ? ശരിയാണ്. അപ്പോൾ ഇവിടെയുള്ള Q കോസ് തീറ്റയുടെ പകരം, കാരണം കോസ് തീറ്റ എന്നുള്ള സാധനം നമ്മുടെ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ -P കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ -P കൊടുക്കണം അതിൻ്റെ പകരം. സോ നമ്മൾ പറയും P² പ്ലസ് Q² -2P² ഇസ് ഈക്വൽ ടു 64 എന്ന് എഴുതാം. എന്നിട്ടോ P² 2P², റൈറ്റ്? സോ നമുക്ക് പറയാൻ പറ്റുന്നത് Q² - P² ഇസ് ഈക്വൽ ടു 64 എന്ന് എഴുതുന്നതിന് തരക്കേടില്ല. ഓക്കെ, ഇനി A² - B², A plus B into A minus B is equal to 64. A plus B, P plus Qയുടെ വാല്യൂ അറിയാം 16 is equal to Q minus P is equal to 64. അപ്പോൾ നമുക്ക് കിട്ടും ഇത് ക്യാൻസൽ 4. അപ്പം Q minus Pയുടെ വാല്യൂ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുമാത്രം കിട്ടിയാൽ പോരാ, Q plus Pയുടെ വാല്യൂ അത് ഓൾറെഡി ഫസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 16 ആണ്. അങ്ങനെ ആകുമ്പോൾ ആഡ് ചെയ്യുക. അപ്പോൾ 2Q ഇസ് ഈക്വൽ ടു 20. സോ Q ഇസ് ഈക്വൽ ടു 10. അതേപോലെ P ഇസ് ഈക്വൽ ടു 6. ഇതാണ്. ഇനി ഇതേ വസ്തു സെയിം മെത്തേഡ് നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വെക്ടർ P. ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റ് ബിക്കോസ് 90 ഡിഗ്രി
സ്മോൾ സൈഡിനായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരി, ഇതാണ് നമ്മുടെ ക്യൂ വെക്ടർ എന്ന് പറയാം അല്ലേ, ക്യൂ വെക്ടർ. ഓക്കെ, ഇവർ പറയുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടി ചേർന്നാൽ 16 ആണെന്ന്. അപ്പോൾ ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനെ 16 മൈനസ് എക്സ് എന്ന് വിളിക്കുന്നതിന് തിരക്കടില്ല. ഓക്കെ, റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്, അത്ര 8. പൈത്തഗോറസ് അപ്ലൈ എക്സ് കിട്ടും, എക്സ് കിട്ടിയാൽ രണ്ടിനും സൈഡ് കിട്ടൂലേ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, റിസൾട്ടൻറ്റ് ഓഫ് 2 വെക്ടേഴ്സ് എ ആൻഡ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു എ. അപ്പോൾ 2 വെക്ടേഴ്സ് ഉണ്ട്, എ ഉണ്ട്, മറ്റൊരു വെക്ടറിന് ബി ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ ഇപ്പം തന്നെ വരക്കണം, ബിക്കോസ് അത് എ ആയിട്ട് പെർപെൻഡിക്കുലർ ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബി വെക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഇസിക്വൽ ടു ആർ വെക്ടർ. അപ്പോൾ ഞാൻ ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് എക്സ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് x/2 ആണെന്നും ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ എക്സ് എന്ന് ആർബിറ്റർ വിളിക്കുകയാണ്. ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ പകുതിയാണ് ആർ വെക്ടറിനുള്ളതും ക്വസ്റ്റ്യനിൽ ഗിവൺ. ഈ തീറ്റ ഞാൻ വെറുതെ ഒരു തീറ്റ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് തീറ്റ കണ്ടെത്തിക്കൂടെ സാർ, കാരണം സൈൻ തീറ്റൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു x/2 ഡിവൈഡ് ബൈ എക്സ്, എക്സ് ക്യാൻസലായി, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/2. ദാറ്റ് മീൻസ് ദിസ് തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 30 ഡിഗ്രി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ആംഗിളാണ്, എ വെക്ടറും ബി വെക്ടറും തമ്മിലുള്ള ആംഗിൾ. ഇത് എ വെക്ടർ ബി വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് അല്ല, കാരണം വെച്ചാൽ ടെയിൽ ഇൻ്റർസെക്റ്റ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വെക്ടറിൻ്റെ റൈറ്റോട്ടേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും, ഇവിടത്തേക്ക് വെക്കും, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാണ്ട് ഡയറക്ഷൻ ചെയ്യും. അപ്പോഴും നമുക്ക് കിട്ടും 180. ഇത് 30 ഡിഗ്രി മനസ്സിലായി, 30 ഡിഗ്രി. അപ്പം ഇവിടെ 180 മൈനസ് 30 ഡിഗ്രി 150 ഡിഗ്രിയാണ് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടി എ വെക്ടറും ബി വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 150 ഡിഗ്രിയാണ്. സോ 150